പണത്തിന് ആഗ്രഹിച്ച് നമ്മൾ ചെയ്ത ആ പൈസ നമ്മളെ വക എല്ലാവരും എന്നെ പുറന്തള്ളും, എന്നെ തുപ്പിയിട്ടുണ്ട്. കണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ട് ഞാൻ ഒരു നേരത്തെ ആഹാരത്തിന് അലഞ്ഞു നടന്നിട്ടുണ്ട്. സഹോസ്, എല്ലാവർക്കും സുഖമാണല്ലോ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോസ്, ഈ ലോകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യം വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അത് വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. എൻ്റെ യാത്രയിൽ ഇന്ന് അങ്ങനെ നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരാളെ, ഒരു പ്രധാനപ്പെട്ട ഒരാളെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. എല്ലാവരും കാണണം ഈ പ്രത്യേകിച്ച് ബിസിനസ്, ഹോട്ടൽ മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന എല്ലാവരും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം. ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരാളെ പരിചയപ്പെടുന്നു. നമുക്ക് ആളെ പരിചയപ്പെടാം. ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് സുഭദ്ര. സുഭദ്ര എന്നാണ്. അപ്പോൾ സുഭദ്ര ചേച്ചിയുടെ കൂടെ ഇവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. ചേച്ചിയുടെ പേര് പറഞ്ഞ് സിൽവി. ചേച്ചിയുടെ പേരോ? ലീല. അപ്പോൾ ഇങ്ങനെ ഈ ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളെല്ലാം ഇവിടെ ഉണ്ട്. ഇത് ഈ സ്ഥലത്തിന്റെ അനി കുക്ക് ചെയ്യുന്ന ചേട്ടനുണ്ട്. ഇനിയും കുറച്ച് പേരുണ്ട്. ഈ സ്ഥലം എവിടെയാ പ്രോപ്പർ? ഇത് നെട്ട വെള്ളട നെയ്യാറ്റിൻകര കഴിഞ്ഞ് വരുമ്പോൾ കാരക്കോണം വെള്ളട നെട്ട. ഇനി ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത നിങ്ങളോട് പറയാൻ പോവാണ്. ഇവിടുത്തെ ഭക്ഷണം ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം. അതിനേക്കാൾ ഉപരി നമുക്കിവിടെ വരുമ്പോൾ ചിക്കനും മീനും അങ്ങനെ പല കൂട്ടുകറികളും എല്ലാം കൂടെ ആയിട്ടും ആകെ 150 രൂപയുള്ളൂ അല്ലേ? 150 രൂപയുള്ളൂ. 150 രൂപയ്ക്കാണ് ഇത്രയും സ്വാദിഷ്ടമായ ഭക്ഷണം ഇവിടെ നൽകുന്നത്. അതും ഏറ്റവും ആരോഗ്യകരമായ ഭക്ഷണം. ഇവിടെ ഓപ്പൺ കിച്ചണാണ്. നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന, നമുക്ക് കാണാവുന്ന കാര്യങ്ങളാണ്. ഇനി എനിക്ക് സുഭദ്ര ചേച്ചി ചോദിക്കാനുള്ളത്, ചേച്ചി നമ്മുടെ ഏത് ഹോട്ടലിൽ ചെന്നാലും കാശ് ഭയങ്കരമാണ്. അതുപോലെ തന്നെ നമുക്ക് അത്ര ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണമാണെന്ന് നമുക്ക് അറിയത്തുമില്ല. എന്തുകൊണ്ടാണ് ഇത്രയും വില കുറഞ്ഞ കാശിൽ ഇത്രയും സ്വാദിഷ്ടമായ ഭക്ഷണം കൊടുക്കുന്നത്? അത് അതിൻ്റെ കാരണം എന്നാണ്? കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ കുഞ്ഞുനാളും മുതൽ 5 വയസ്സ് കഴിഞ്ഞതിന് ശേഷം നല്ല ജീവിതം കണ്ടിട്ടില്ല. 17 വർഷം ഞാൻ കോട്ടയത്ത് വളർന്നു. ഒരു തോമച്ചൻ എന്ന് പറയും, അവർക്ക് 1500 ഏക്കറുണ്ട്. അച്ഛൻ കൊണ്ടുപോയി അച്ഛൻ്റെ പെങ്ങൾക്ക് കൊടുത്ത്. തങ്കമ്മയാണ് എന്നെ വളർത്തിയത്. വളർത്തി അവിടെ 6 മക്കൾ, എന്നെയും കുട്ടിയാഴ്. 17 വയസ്സായപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എന്നെ നാട്ടിൽ കൊണ്ടുവന്ന്. പിന്നെ എനിക്ക് അന്ന് തിരിച്ചു പോകാൻ അറിഞ്ഞൂടാ. ഈ ബുദ്ധി അന്നില്ല. അന്ന് പേടിയാണ്. ഇന്നെങ്കിൽ ഒറ്റയ്ക്കൊട്ട നിൽക്കും. ഇന്നെങ്കിൽ ഞാൻ തിരിച്ചു പോകും. പിന്നെ എന്നെ ഒരു ഭർത്താവിൻ്റെ കൂടി കെട്ടിക്കൊടുത്ത് എനിക്ക് 2 കുഞ്ഞുങ്ങളായി. ഒരു മകൻ 1 വയസ്സിൽ മരിച്ചു പോയി. ഒരു മകൻ ഉണ്ട് എൻ്റെ കൂടെ. അവന് 2 കുഞ്ഞുങ്ങളുണ്ട്, ഭാര്യയുണ്ട്. ഞാൻ സ്വന്തമായിട്ട് ഒരു സെൻറ്റ് പട്ടയഭൂമിയിൽ സന്തോഷം കണ്ടിട്ടില്ല. അതെപ്പോഴും എനിക്ക് മനസ്സിനകത്ത് ആഗ്രഹമാണ്. എനിക്ക് സ്വന്തമായിട്ട് 1 സെൻറ്റ് പട്ടയഭൂമിയിൽ ഒരു കുഞ്ഞു വീട് വെച്ച് കാണുമെന്ന് ഞാൻ മാതാവിൻ്റെ കൂടി കേൾക്കും. അതിരമ്പുഴ പള്ളിയിൽ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ച് കേട്ട്, നന്മപൂരി ദേവി നിന്നോടുകൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീതം എന്നുമാരേശുവും പാവലകരയായ മേരി തമ്പുരാൻ്റെ അമ്മന് പാവികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും. അല്ലേ ഞാൻ ചോദിച്ചത്, ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതിനുള്ള കാരണം ഞാൻ കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ട് ഞാൻ ഒരു നേരത്തെ ആഹാരത്തിന് അലഞ്ഞു നടന്നിട്ടുണ്ട്. അന്നും ഞാൻ മഠത്തിൽ പോയി അഭയം തേടും. നമ്മുടെ സിസ്റ്റേഴ്സൊക്കെ മഠങ്ങളിൽ പണി വെക്കും. ഒന്ന് നോക്കിയിട്ട് കയറാൻ പറയും. ഒരു ദിവസം കയറിയാൽ പിന്നെ എന്നെ പുറത്തിറക്കൂല. അവർക്ക് ഇഷ്ടപ്പെട്ട് അവർക്ക് ചിരിയാണ്. അവർ പറഞ്ഞുകൊണ്ട് കിടക്കും, ദാനമാറ്റം ഒരു അമ്മയെ കിട്ടി ഞങ്ങൾക്ക്, നല്ല ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ കേട്ടപ്പോൾ ഒന്നും അറിഞ്ഞൂടെന്ന് പറഞ്ഞു. അവർ എല്ലാ അച്ഛന്മാരെയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തിരിച്ചറിയണ ഒരു കാലം വരും, നല്ല ജീവിതം ഉണ്ടാവും. അച്ഛന്മാർ പറഞ്ഞു ഇങ്ങനെ കഷ്ടപ്പാടൊക്കെ മാറും. അമ്മമാരും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. സ്വന്തം ഭൂമി ഉണ്ടാവും, വീടുണ്ടാവും, പുറം തള്ളി ആൾക്കാരെല്ലാം അരികിൽ വരും. തിരിച്ചറിയണ കാലം വരുമെന്ന് പറയും. തിരിച്ചറിഞ്ഞു ആ പ്രായം തൊട്ടുള്ള കഷ്ടപ്പാടെല്ലാം എന്നാണ്. അതിനൊരു കഷ്ടപ്പാടുണ്ട് എന്നാലും അല്ലേ എന്നാണ്. പിന്നെ മാതാവിനെ സ്വപ്നം കണ്ടതും കുരിശുമലയിൽ ഞാൻ കുരിശ് ചുമന്ന് പോണതും കൊണ്ടിറക്കി വയ്ക്കുന്നതും പിന്നെ എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നതും അതിലൊരച്ഛൻ കേട്ട് വെളിച്ചപ്പാട് കിട്ടിയല്ലോ എന്ന് കേട്ട് ഇപ്പോഴും കണ്ണ് നിറയുമ്പോൾ അരികിൽ ആൾ നിൽക്കാൻ അറിയാമോ എന്ന് കേൾക്കും. ഞാൻ പറഞ്ഞാൽ അറിയാം. അപ്പോഴേ അഥവാ നൊന്ത് കരയുമ്പോൾ ഞാൻ പുറത്തൊന്നൊരു തട്ട് കെട്ടും. പിന്നെ ഈ കണ്ണീരങ്ങ് മായും. ഇവിടെ സപ്പോസ് ഇതാണ് അമ്മച്ചി പറഞ്ഞ കാര്യം.
തൻ്റെ ജീവിതത്തിലുള്ള സഹനവും വേദനയും വിഷമവും അല്ലേ കഷ്ടപ്പാടുകളാണ് കഷ്ടപ്പാട് ഇത്രയും വളരെ വളരെ കുറഞ്ഞ രീതിയിൽ തന്നെ ഈ ഭക്ഷണം കൊടുക്കാൻ നമുക്ക് സഹായമാകുന്നത്. ഇന്ന് ഈ കാലഘട്ടത്തിലേ ഇങ്ങനെ വളരെ ഈ മനുഷ്യനെ വലിയ പ്രാധാന്യം കൊടുക്കാതെ ഇങ്ങനെ പണത്തിന് പുറകെ പോകുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. പക്ഷെ അതിനെതിരാണ് അമ്മച്ചിയോട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്താ പറയാനുള്ളത്? അങ്ങനെയുള്ളവർ പണത്തിന് ആഗ്രഹിച്ച് നമ്മൾ ചെയ്ത ആ പൈസ നമ്മളെ വകയല്ല, പൈസ ആളെ കൊല്ലാണ്. നമ്മൾ അടുത്തവരെ ദ്രോഹിക്കല്ലേ വഞ്ചിക്കാതെ നമ്മൾ അധ്വാനിച്ചാൽ ദൈവം നമ്മളെ കൂടെ ഉണ്ടാവും. പാത്രം അറിഞ്ഞ് ഭിക്ഷ ഇടണം, ദാനധർമ്മം ചെയ്യണം, നമ്മളെപ്പോഴത്തെ വിശപ്പ് അടുത്തവരേക്കുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് ഈ പുണ്യങ്ങളുമാണ് നമ്മൾ ലോകത്ത് ചെയ്യാൻ. പണമെന്ന് കെട്ടിപ്പിടിക്കരുത്. ഇവിടെ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടും അമ്മച്ചി ചെയ്ത ഈ വലിയൊരു കാര്യം നമുക്ക് എല്ലാവർക്കും മാതൃകയാണ്. അപ്പോൾ അമ്മച്ചി തീർച്ചയായും അല്ലേ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇനിയും സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് പരിചയപ്പെടാൻ. ഇന്ന് ചേട്ടനോടൊന്ന് വരാമോ? ചേട്ടൻ തോന്നി ചേട്ടൻ്റെ വീട് ഞാൻ ബൈക്ക് തരാം. ചേട്ടൻ്റെ വീട് നെയ്യാറ്റിൻകരയാണ്. അപ്പോൾ ആ ചേട്ടൻ ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ നിന്ന്? എൻ്റെ പേര് കൃഷ്ണകുമാർ. ഞാനിവിടെ നെയ്യാറ്റിൻകര സ്ഥലവാസിയാണ്. കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്, സമയം കിട്ടുമ്പോൾ വരാറുണ്ട്. അമ്മച്ചിയുടെ അക്ഷയപാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. നല്ല ഫുഡാണ്, എക്സ്ട്രാ ഓർഡിനറി, അത് ഒന്നും പറയാനില്ല, അത്ര തന്നെയാണ്. ഭയങ്കര ഫുഡാണ്, ഭയങ്കര ടേസ്റ്റാണ്, ചീപ്പ് ആൻഡ് ബെസ്റ്റാണ്. എന്താണ് ഒരുപാട് ആൾക്കാരെ എന്താ പറയുക, നല്ല ഫുഡാണ്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓക്കെ, താങ്ക് യു. ഇതൊരു ഫുഡ് വ്ളോഗൊന്നുമല്ല കേട്ടോ. നമ്മൾ ഒരു സമൂഹം കാശിന് പിറകെ പോകുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഭക്ഷണം കൊടുക്കാതിരിക്കുമ്പോൾ അമിതമായി സമ്പത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇവിടെ നമ്മുടെ സ്വന്തം അമ്മച്ചി സുഭദ്രാമ്മച്ചി അനേകർക്ക് വേണ്ടി തന്നെ ഇത് അവരോട് കഷ്ടപ്പെടുക. ഇവിടെ ഉള്ളവരെല്ലാവരും കഷ്ടപ്പെടുകയാണ്. ഇവരെല്ലാവരും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് വേണ്ടി നൽകിയാണ്. അപ്പോൾ അമ്മച്ചി ഒത്തിരി നന്ദി കേട്ടോ. അമ്മച്ചിയാണ് ഞങ്ങളുടെ ഹീറോ. അമ്മച്ചി ആയിരിക്കണം. അങ്ങനെയുള്ളവരാണ് നമ്മുടെ മാതൃക. നമ്മൾ വലിയ ഹോട്ടലുകളൊക്കെ കണ്ട് നല്ലതാണ്. എല്ലാ ഹോട്ടലുകാരും ഇതൊരു മാതൃകയായിട്ട് പഠിക്കണം. ദൈവം അമ്മച്ചി ഒത്തിരി പണത്തിന് വേണ്ടി ഹോട്ടൽ കച്ചവടം ചെയ്യരുത്. ജനങ്ങളെ തിരിച്ചറിഞ്ഞ് കച്ചവടം ചെയ്യണം. അപ്പോൾ ഇത് കൂടുതലൊന്നും പറയാനില്ല. ഇനിയും ഞങ്ങൾ സമയം കിട്ടും ഈ വഴി വരും, മറക്കാതിരിക്കുക. ഏറ്റവും വലിയ ഒരു സമയത്ത് അമ്മച്ചി നല്ല കഷ്ടപ്പെട്ടു. 10 പൈസ ആരും കൊടുക്കൂല കടം കേട്ടാൽ. ഈ റോഡ് എന്തായാലും വളരെ കഷ്ടപ്പെട്ടു. ഇന്ന് അവർക്ക് ദൈവം കൊടുത്തതിൻ്റെ നന്മ കൊണ്ട് അവരെ വീട്ടിൽ നിന്ന് നമ്മൾ 10-11 പേര് പണി ചെയ്ത് നമ്മളെ വീട് കഴിക്കുക. അത്ര നല്ല ഭക്ഷണവും ആഹാരവും എല്ലാം നല്ല ക്ലിയറാണ്. ശമ്പളവും നമുക്ക് തരണം. അപ്പം നമ്മളെ വീട് അതുകൊണ്ടാണ് കഴിയുന്നത്. അന്നത്തെ അവരെ കപ്പാസിറ്റിയിൽ ഈ ചേച്ചിയുടെ ഇന്നത്തെ കപ്പാസിറ്റി ദൈവം നല്ല തരത്തിൽ നല്ല അനുഗ്രഹം കൊടുത്തു. അതെ, നന്മ ചെയ്യുക, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. അത്ര പറയാനുള്ളൂ. ഒത്തിരി നന്ദി.